മഴ പെയ്യുമ്പോൾ മഴയുടെ സർജ് ആക്ടിവിറ്റി തന്നെയായിട്ട് നമ്മൾ ഇതേപോലെ ഫോട്ടോ എടുത്തയക്കണം. ഞാൻ ഇതേപോലെ ഒരു 4-5 ഫോട്ടോ അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ അയച്ച ഫോട്ടോയുടെയാണോ അതോ അവർ നമ്മളെ പറ്റിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും സർജ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല, ക്ലിയർ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇമാതിരി മഴ പെയ്യുമ്പോഴേ ഒരു 5 മാസമായി ഞാനിപ്പോൾ സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്തിട്ട്. എല്ലാ ദിവസവും ഓടുന്നില്ല, പാർട്ട് ടൈം ആയിട്ടും സൺഡേ ഒക്കെയാണ് ഓടാറ്. പക്ഷേ കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ ഓടാറുമില്ല. അതിന് കാരണം മുതലാവുന്നില്ല എന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി തുടങ്ങി. ഒരു 12 മണിക്ക് മുന്നേ തൊഴിലെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം ലഞ്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ഷിഫ്റ്റും വൈകുന്നേരം ഷിഫ്റ്റും ബുക്ക് ചെയ്ത് അങ്ങ് ഇറങ്ങി. ഇന്ന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഏണിങ്സൊന്നും ഇല്ല. സാധാരണ കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ കൂടെയുള്ള ഇൻസെൻറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ട്രിപ്പ് മീറ്ററൊക്കെ സെറ്റ് ചെയ്തു. കാരണം നമുക്ക് എത്ര ഓടിയെന്നൊക്കെ അറിയണമല്ലോ. എന്തായാലും ഇറങ്ങിയ ദിവസം കൊള്ളാം. നല്ല വെയിലായിരുന്നു. പക്ഷേ പറയാൻ പറ്റില്ല, നമ്മുടെ നാടല്ലേ, എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇടവെട്ടി പിള്ളേരുടെ ചായക്കട മുതൽ തൊടുപുഴ സോണാണ്. ഞാൻ അവിടെ മുതലേ സ്വിഗ്ഗി ഓൺലൈനാക്കി വെച്ചാണ് പോകാറ് തൊഴിലേക്ക്. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഓർഡർ കിട്ടട്ടെ എന്നോർത്താണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെന്തോ ഭാഗ്യമുള്ള കൂട്ടത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്കൊന്നും അടിച്ചില്ല. എൻ്റെ അഭിപ്രായത്തിൽ തൊടുപുഴയിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സിലൊന്നാണ് KFC. ഞാൻ സാധാരണ പോയാലും അവിടെയാണ് പോയി കിടക്കാറ്. നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് അവിടെ കാണും. നമ്മളിപ്പം ഓർഡേഴ്സ് കൂടുതൽ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സിൽ കിടന്നത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിച്ചത് എനിക്ക് സീസർ പാലസിൽ നിന്നായിരുന്നു. അതും ചെറിയ ഓട്ടോ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഫുഡ് ഡിലേ ആണെന്ന് പറഞ്ഞു, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫുഡ് ഡിലേ ഒക്കെ ഉള്ളപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തേക്കുക, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് നിപ്പ് തുടങ്ങിയിട്ട് ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അത് മാത്രമല്ല, കിട്ടിയ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഈ ക്യാഷ് ഓൺ ഡെലിവറിക്ക് വേറൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഓട്ടം കിട്ടിയത് ഫ്രൂട്ട് ബേന്നായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് സാധനം കിട്ടി. കൊടുത്ത ഉടനെ പേയ്മെൻറ്റും കിട്ടി. 103 രൂപ. അതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും ടോപ്പ്. 50 രൂപ ടിപ്പ് ആയിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും ഇവരെന്താ ഭ്രാന്താണ് ചൂടത്തെല്ലാം കൊണ്ട് ഇടാനെന്ന്. ഭ്രാന്തല്ല, യൂണിഫോം ഇട്ട് നമ്മൾ ഫോട്ടോ എടുത്തേക്കണം. അത് മാറ്റി ഷർട്ട് തന്നെയാക്കി. പിന്നെ ഇൻസെൻറ്റീവിൻ്റെ സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഷിഫ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. പിന്നെ തന്നെയല്ല, നമ്മൾ ഒരു ഓർഡറിൽ കൂടുതൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. പിന്നെ ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസ്റ്റാണ്, അധികം ഓർഡറൊന്നും കിട്ടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ഓർഡർ അടിച്ചു. അതും ചെറിയ ഓട്ടമായിരുന്നു. ഈ ചെറിയ ഓട്ടങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റ് വരുന്നത്. ഈ ഓർഡറിന് വേണ്ടി ഞാൻ അവിടെ പോയി 10-15 മിനിറ്റ് നോക്കിയിരുന്നു. അതും ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ആ ഓർഡർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലിമിറ്റ് ഏതാണ്ട് കഴിഞ്ഞു. നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റുണ്ട്. അതാണ് ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് പറയും. 1000 രൂപ താഴെ ആയിരിക്കും എമൗണ്ട്. അത്ര ആ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സ്വിഗ്ഗിയിലേക്ക് പൈസ അയച്ച് അത് റീഫിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഓർഡർ ഒന്നും അടിക്കില്ല. പിന്നെ 4 ഓർഡർ 2.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എൻ്റെ ഏണിങ്സ് 200 രൂപയാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഓർഡർ അടിച്ചു. അത് ഫർസീന്നായിരുന്നു. അവിടെയും പോയി കിടന്ന് 10-15 മിനിറ്റ്. ആ ഓർഡർ കൊണ്ടുപോയപ്പോൾ നല്ല മഴയായിരുന്നു. എൻ്റെ ഫോണൊക്കെ നനഞ്ഞു. കളി കിട്ടി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഫോണ് ഉള്ളി വെള്ളം കയറി. ഇച്ചിരി പൊട്ടിയിട്ടുണ്ട് ചില്ല്. ഉള്ളി വെള്ളം കയറി. എനിക്ക് ഫോണ് വിളിക്കാനും പറ്റുന്നില്ല. ഒരു വിധത്തിൽ ആ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരാകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർജ് കിട്ടും. 25 രൂപ 30 രൂപയൊക്കെ സർജ് കിട്ടും മഴയുടെ. അതുള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ്സ് കിട്ടും. പിന്നെ ഇതാണ് അടുത്ത 3.5 മണിക്കൂർ 247 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1/2 മണിക്കൂർ അടുത്തേക്ക് ഓർഡറൊന്നും അടിച്ചില്ല. ഞാൻ ഇടയ്ക്ക് ചായ കുടിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടം കിട്ടി. ആ ഓട്ടം കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ ഇങ്ങനൊരു സാധനം മേടിച്ചു. ഈ കഴുത്തിൽ തൂക്കിയിടുന്നത്. ഇതെനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞു, എവിടെയോ കൊണ്ട് കളഞ്ഞു. ഇതിൻ്റെ പലരും പല വിലയൊക്കെ പറയും, 80 രൂപ 100 രൂപയൊക്കെ പറയും. ഇതിന് ആക്ച്വലി 40 രൂപയുള്ളൂ. നിങ്ങളിത് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താലും ഇതിൻ്റെ വില 130 രൂപ 120 രൂപ എന്നൊക്കെ കാണിക്കും. അത്രയും വിലയുമില്ല. അതുകൊണ്ട് പറ്റിക്കപ്പെടരുത്. ആ നേരം കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ തൊഴിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ കവർ വാങ്ങിയത് നന്നായി. അല്ലെങ്കിൽ എനിക്ക് ആ ഫോൺ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഓർഡറും ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ ലിമിറ്റ് തീർന്നു. ഞാൻ കുറേശ്ശെ പൈസ എൻ്റെ അടുത്തേക്ക് റീഫിൽ ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അത് തികയാണ്ട് വന്നു. എൻ്റെ ഫുൾ എമൗണ്ട് തീർന്നു. എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷിൻ്റെ ഫുൾ ലിമിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ആ എമൗണ്ട് അടച്ച് തീർത്തെങ്കിലേ നമുക്ക് അടുത്ത ഓർഡർ കിട്ടുള്ളൂ. ഇതാണ് ഈ ഫ്ലോട്ടിംഗ് ക്യാഷിൻ്റെ ഒരു പ്രശ്നം. ആ ഓർഡർ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ആണ് 8 ഓർഡർ 375 രൂപ 5 മണിക്കൂറായി.
ഞാൻ അന്നേരം നോക്കിയപ്പോൾ നമ്മുടെ സർജ് ഓഫായി പോയിരുന്നു. മഴയുണ്ട് പക്ഷെ നല്ലോണം, പക്ഷേ സർജ് ഓഫായി പോയി ആപ്പിൽ. ഞാനപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത് സർജ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഇവർ പറയുന്നത് ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോയിൽ ക്ലിയർ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കാര്യമായിട്ടാണോ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വിഗ്ഗി ഓഫാക്കി വെച്ചു. മഴയത്ത് ഓടണമെങ്കിൽ സർജ് തന്നെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഓട്ടം നല്ല പോസ്റ്റായിരുന്നു. കാരണം അവർക്കെന്തോ ഓർഡർ വന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. 20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. ആ ഓട്ടം കഴിഞ്ഞ് പിന്നെ കിട്ടിയത് KFC നിന്നായിരുന്നു. അത് മുട്ടത്തിനായിരുന്നു. അതുകൊണ്ട് കൊടുത്തിട്ട് വരുന്ന വഴിക്ക് നല്ല മഴയും ഇരുട്ടൊക്കെ ആയിരുന്നു. ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് മുക്കി വെച്ചാണ് ഓടിച്ചിരുന്നത്. തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് എന്നെ ഓവർടേക്ക് ചെയ്തപ്പോൾ എന്തോ കല്ലോ എന്തോ ഒന്ന് എൻ്റെ കണ്ണിലടിച്ചു. കുറച്ച് നേരത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ മുഖമൊക്കെ കഴുകി കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ടൊക്കെയാണ് പിന്നെ പോകുന്നത്. പിന്നെ അന്നേരം എനിക്കൊരു ഓർഡർ അടിച്ചു. ഞാൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വേറൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓട്ടം. അതായത് 100 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. അതിൽ 25 കിലോമീറ്റർ ഞാൻ വീട്ടിൽ നിന്ന് പോയും തിരിച്ച് വീട്ടിൽ വന്നതായിട്ട് കുറച്ചാൽ പോലും 75 കിലോമീറ്റർ സ്വിഗ്ഗിക്ക് വേണ്ടി ഇന്ന് ഓടിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് അടിച്ചാൽ 50 കിലോമീറ്റർ ഓടും. അപ്പം 100 കിലോമീറ്റർ ഓടണമെങ്കിൽ 200 രൂപ വേണം. 75 കിലോമീറ്റർ ഓടണമെങ്കിൽ ഒരു 150 രൂപ പെട്രോൾ വേണം. 7:20 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. അതായത് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഓട്ടം. എല്ലാം തന്നെ ചെറിയ ചെറിയ ഓട്ടങ്ങളായിരുന്നു. കാര്യമായിട്ടുള്ള നല്ല ഓട്ടങ്ങളൊന്നും കിട്ടില്ല. ഒരു 10 കിലോമീറ്റർ മുകളിലേക്കുള്ള ഓട്ടങ്ങൾ കിട്ടിയെങ്കിലേ ഞാൻ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുള്ളൂ. ബാക്കിയുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങൾ ഓടിയാൽ എല്ലാം തന്നെ പോസ്റ്റായിരിക്കും. ലാസ്റ്റ് കാണുന്ന റിജക്ഷൻ ഞാനത് ആ കണ്ണിൽ കല്ലടിച്ചപ്പം ക്യാൻസൽ ചെയ്ത് വിട്ടതാണ്. അത് ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നു ഞാൻ. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വരുമാനം നോക്കിയാലോ. 6.5 മണിക്കൂറാണ് ഞാൻ സ്വിഗ്ഗിയിൽ ഡെലിവറിക്ക് വേണ്ടി യൂസ് ചെയ്തത്. അതിൽ 150 രൂപയുടെ പെട്രോൾ നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ ഒരു 40 രൂപ ഫുഡ്, 40 രൂപ മറ്റേ ഞാൻ ആ കവർ മേടിച്ചത്. സ്വിഗ്ഗിയിലുള്ള ഏണിങ്സ് 466 രൂപ. അത് 466 കൂടെ 50 രൂപ ടിപ്പ് കൂടി കൂട്ടിയിട്ടുള്ള ആട്ടോ അത്. പിന്നെ ഒരു 40 രൂപ അല്ലാണ്ട് എനിക്ക് ക്യാഷ് ടിപ്പ് കിട്ടിയായിരുന്നു. പിന്നെ അപ്പം ടോട്ടൽ വരുമ്പോൾ 506, സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ 316 രൂപ ബാലൻസ് ഉണ്ട്. അതാണ് 6.5 മണിക്കൂർ പണിയെടുത്തതിൻ്റെ കൂലി. ഇനി സ്വിഗ്ഗി ആനയാണത് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് 1500 ഇട്ട് 2000 കിട്ടും എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവന്മാരുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഇറങ്ങരുത്. കാരണം എല്ലാ സ്ഥലവും ഒരേപോലെയല്ല. എറണാകുളത്തേക്കൊക്കെ കിട്ടുമായിരിക്കും, അവിടുത്തെ എങ്ങനെ എനിക്കറിയില്ല. അവിടെ ഓർഡർ കൂടുതലുണ്ടെന്നൊക്കെയാണ് പരിചയമുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ തൊടുപുഴ ലൊക്കാലിറ്റിയിൽ ഇത്ര ഓർഡറൊന്നും കിട്ടില്ല. എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് 1300 അങ്ങനെ എന്തോ ആണ്. അതിനുവേണ്ടി ഞാൻ 12 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് അത്രയും കിട്ടിയത്. അതിൽ തന്നെ എനിക്കൊരു 450 രൂപ ഏറ്റവും കുറഞ്ഞത് പെട്രോളും 50 രൂപയെങ്കിലും ഫുഡും കഴിച്ചിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ ബാലൻസ് നോക്കുമ്പോൾ 800 രൂപ വരും. ആ 800 രൂപ എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം എന്ന് പറയാനും പറ്റില്ല. കാരണം നമ്മുടെ വണ്ടി ആകുമ്പോൾ ഓടുന്നുണ്ടല്ലോ, ആ വണ്ടിക്ക് ഒരു എക്സ്പെൻസ് ഇല്ലേ, പെട്രോൾ മാത്രം പോരല്ലോ. ഞാനൊരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് 1.5 മാസം കൊണ്ട് എനിക്ക് വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല വണ്ടിക്ക് കുറച്ച് പണികളും വന്നു. അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ പയ്യെ നിർത്തിയത്. കാരണം കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി തുടങ്ങി അങ്ങോട്ട്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിൽ കൂടുതൽ ചിലവ് വരുമ്പോൾ പിന്നെ നമ്മളത് ചെയ്തിട്ട് കാര്യമുണ്ടോ. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ മെയിനായിട്ട് നിർത്തിയത്. പിന്നെ ഇന്നിറങ്ങാൻ കാരണമെന്ന് പറഞ്ഞാൽ എനിക്കിതൊരു കണ്ടൻറ്റാക്കി എടുക്കാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഒരു മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 2 ഞായറാഴ്ചത്തെ അവസ്ഥ എൻ്റെ ഇപ്പോൾ അവസ്ഥയായിരിക്കും എല്ലാവർക്കും വരാൻ പോകുന്നത്. പക്ഷേ ബാക്കിയുള്ള 2 ഞായറാഴ്ച കുറച്ച് മെച്ചമായിരിക്കും. അപ്പം നമ്മൾ ഒരു ഇന്നത് കിട്ടും എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് വിഷമാവും. കാരണം കിട്ടാണ്ട് വരും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് റീഫില്ല് ചെയ്യാൻ വേണ്ടി സ്വിഗ്ഗിയിലേക്ക് അയച്ചു കൊടുത്ത പൈസയാണ് ഈ കാണുന്നത്. ഞാനന്ന് 6 മണിക്കൂർ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ എൻ്റെ 1100 ഞാൻ അയച്ചു കൊടുത്തു. അതുകൂടാണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു പൈസ അയച്ചു കൊടുക്കാനായിട്ട്. അത് ഞാൻ നോക്കിയപ്പോൾ എന്തായാലും സാലറി കിട്ടാനുണ്ട്. അതിന് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി നമുക്ക് അയച്ചു തന്നുള്ളൂ. ബാക്കി എന്ന് പറയുമ്പോൾ അയച്ചു തരാമൊന്നും കാണില്ല, 10, 50, 60 രൂപയെ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി 6 മണിക്കൂർ ഇറങ്ങിയപ്പോൾ തന്നെ 1500 രൂപ എടുത്ത് എനിക്ക് സ്വിഗ്ഗിയിലേക്ക് ക്യാഷായിട്ട് പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നോക്കുമ്പോൾ സ്ഥിരം ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമായിരിക്കും. കാരണം ഇത്രയും ക്യാഷ് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസ് ആയൊക്കെ പോകും. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം സ്വിഗ്ഗി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇത് തന്നെ ലെങ്ത്ത് കൂടിപ്പോയി, ക്ഷമിക്കുക. ഇനി ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ കണ്ണിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല, ചെറിയൊരു ചുമപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബായ്.